പിറ്റേ ദിവസം ഡോക്ടർ ആലിക്ക് ഒരു ഭീഷണിക്കത്ത് ആശുപത്രി മേൽവിലാസത്തിൽ ലഭിച്ചു. വെറുമൊരു നീല ഇല്ലൻ്റ്. 50 ലക്ഷം രൂപ പറഞ്ഞ സ്ഥലത്ത് 1-ാം തീയതിക്ക് മുമ്പ് എത്തിച്ചില്ലെങ്കിൽ ഡോക്ടർ ആലിയെ വധിക്കുമെന്ന് ഒരു സംഘത്തലവൻ ഭീഷണിപ്പെടുത്തുന്നു. ഡോക്ടർ സാദിഖ് അലി അത് ചുരുട്ടി വലിച്ചെറിഞ്ഞു. പക്ഷേ മേട്രൺ സാറാമ്മ കോശി അതെടുത്ത് നിവർത്തി മേശപ്പുറത്ത് വെച്ചു. ആരായിരിക്കും ശത്രുക്കൾ? സാദിഖ് അലിയെ ഭയപ്പെടുത്തി പണം അപഹരിക്കുവാൻ മാത്രമാണോ അവരുടെ ഉദ്ദേശം? ഒരിക്കൽ തങ്ങൾക്ക് പ്രിയങ്കരിയായിരുന്ന അനസൂയാബായിയെ സന്ദർശിക്കുന്നതിൽ പ്രതിഷേധിക്കുന്ന ഹിന്ദുത്വവാദികളാണോ ഈ വാക്കുകൾക്ക് പിന്നിൽ? ഒരു ചെറിയ കത്തിനെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഡോക്ടർ സൂര്യനാരായണ സാറാമ്മയോട് ചോദിച്ചു. ഊമക്കത്തുകൾ കിട്ടാത്ത മാന്യന്മാർ സമൂഹത്തിലുണ്ടോ? മതതീവ്രവാദം ശക്തിപ്പെട്ടു വരികയാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഈ നശിച്ച സംസ്ഥാനത്തിൽ. പോലീസിന് ഈ കത്ത് കൈമാറുക, അവർ വേണ്ട അന്വേഷണങ്ങൾ നടത്തും, സാറാമ്മ പറഞ്ഞു. ഭീഷണിക്കത്തിൻ്റെ കാര്യമറിഞ്ഞ് സൂര്യനാരായണയും ഭയചകിതനാവുന്നു. തൻ്റെ നേരെ ഇനി എന്നാണ് ഒരു ഊമക്കത്ത് വരുന്നത് എന്ന് ആശങ്കപ്പെടുന്നു. ഹോസ്പിറ്റലിലെ നഴ്സുമാരും ഭയചകിതരായി. മോഹിനിയുടെ അത്യാഹിതത്തിനു ശേഷം സൂര്യനാരായണ കൂടുതൽ അവശനായ പോലെ എന്ന് മേട്രൺ സാറാമ്മയ്ക്ക് തോന്നുന്നു. ഒരു അത്യാഹിതത്തിൻ്റെ ഉച്ഛിഷ്ടമായി തീർന്ന ഈ യുവതിയെ പരിചരിച്ച് ഈ ഡോക്ടർക്ക് എന്തു കിട്ടാനാണ്? സാറാമ്മ സംശയിക്കുന്നു. മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറി. ആശുപത്രി കെട്ടിടം പഴമയിലേക്ക് നീങ്ങി. എപ്പോഴും രോഗികളെ മാത്രം ശ്രദ്ധിച്ച് ആരോഗ്യം നശിപ്പിക്കരുത് എന്ന് സാറാമ്മ കോശി സൂര്യനാരായണയെ ഉപദേശിക്കുന്നു. ഡോക്ടർമാർ വെറും വണ്ടിക്കാളകളാണെന്ന് സൂര്യനാരായണ സാറാമ്മയോട് പറയുന്നു. സൂര്യനാരായണ തളർന്നു ക്ഷീണിച്ച തന്നെപ്പറ്റി ഓർക്കുന്നു. ഡോക്ടർ മോഹിനി റെഡ്ഡി എളുപ്പം സുഖം പ്രാപിക്കുമെന്ന് സാറാമ്മ സൂര്യനാരായണയെ ആശ്വസിപ്പിക്കുന്നു. തൻ്റെ സങ്കടം ഇതാണെന്ന് സാറാമ്മ കണ്ടുപിടിച്ചതാലോചിച്ച് സൂര്യനാരായണ അത്ഭുതപ്പെടുന്നു. തൻ്റെ മുഖം കണ്ണാടി പോലെ പുറത്തേക്ക് പ്രതിഫലിക്കാൻ തുടങ്ങിയോ എന്ന് ശങ്കിക്കുന്നു. മാംസനിബന്ധമല്ലാത്ത തൻ്റെ പ്രണയം മോഹിനി റെഡ്ഡി തിരിച്ചറിയുമോ എന്ന് സൂര്യനാരായണ സംശയിക്കുന്നു. ഇത് അനുകമ്പയാണോ അതോ കാമമില്ലാത്ത പ്രേമമോ? തൻ്റെ സ്നേഹത്തിന് പേര് കൊടുക്കാനില്ലാതെ സൂര്യനാരായണ വിഷമിക്കുന്നു. ബോധം വീണ് കിട്ടിയ മോഹിനി ഭർത്താവിനെ അന്വേഷിക്കുന്നു. അയാളുടെ ഒരു വിളി കേൾക്കാൻ മോഹിനി കൊതിക്കുന്നു. അദ്ദേഹം ടൂറിലാണെന്നറിഞ്ഞ് മോഹിനി വിഷമിക്കുന്നു. അമ്മയോട് തൻ്റെ മുഖം കാണാൻ ഒരു കണ്ണാടി വേണമെന്ന് മോഹിനി ആവശ്യപ്പെടുന്നു. വൈരൂപ്യം ഭീതിജനകമാണോ? സൂര്യനാരായണ റാവു തന്നോട് തന്നെ ചോദിച്ചു. സൗന്ദര്യമില്ലായ്മയിലും ഭയാജനകമാണ് വൈരൂപ്യം. ചർമ്മത്തിലെ അടയാളങ്ങൾ, മുറിവിൻ്റെ കലകൾ, കൃത്രിമ ദന്തനിര. മോഹിനിക്ക് ഈ കാഴ്ചകൾ സഹനീയമാവുമോ? ആത്മീയമായ ഒരൊറ്റ വെളിപാടും അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഈ പെൺകുട്ടി സ്വരൂപ ദർശനത്തിൽ തകർന്നു പോവില്ലേ? ദൃശ്യമായ ആകാരം താനാണെന്ന് ധരിച്ച മനുഷ്യന് അദൃശ്യ പരമ്പരകളെയും താൻ പ്രതിനിധീകരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന നിമിഷം ലോകാവസാന മുഹൂർത്തം പോലിരിക്കും. താൻ മോഹിനിയെ ആ ഞെട്ടലിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്തും? സൂര്യനാരായണ റാവു മനം നൊന്ത് പ്രാർത്ഥിച്ചു. വെങ്കടേശ്വര, എൻ്റെ മോഹിനിക്ക് ധൈര്യം കൊടുക്കണേ. ധൈര്യമാണോ അപലഷണീയം അതോ നിർവികാരതയോ?